നമസ്കാരം പ്രിയമുള്ളവരെ. സംസ്ഥാന ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയ ഒരു തീരുമാനമായിരുന്നു 10/4/2023 മുതൽ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുള്ള റെഗുലറൈസേഷൻ ഫീസ്, പെർമിറ്റ് ഫീസ്, അപേക്ഷാ ഫീസ് എന്നിവയുടെ വർധനവ്. ഒരുപാട് വിമർശനങ്ങൾക്കിടയാക്കിയ ഈ തീരുമാനത്തെ ഗവൺമെന്റ് ഒരുപാട് മാസങ്ങൾക്ക് ശേഷം പകുതി പണം മതി, 50% പണം മതി എന്ന തീരുമാനത്തിലെത്തി ബാക്കിയുള്ളവർക്ക് പണം തിരികെ നൽകാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുമുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഈ പണം, ഗവൺമെന്റ് ഓർഡർ ഇറങ്ങിയെങ്കിലും എങ്ങനെയാണ് ഇതിനുള്ള അപേക്ഷ നൽകേണ്ടത് എന്ന കാര്യത്തിൽ പല ആളുകൾക്കും അവ്യക്തത ഉണ്ടായിരുന്നു. ആയത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ ഇതിന് ചെയ്യേണ്ടത്, നമ്മുടെ പഞ്ചായത്തുകളിൽ നേരിട്ട് ഒരിക്കലും ഇതിന് ഹാജരാവേണ്ട കാര്യമില്ല. നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അക്ഷയ കേന്ദ്രങ്ങൾ വഴി citizen.kerala.gov.in എന്ന അഡ്രസ്സിൽ നേരത്തെ നമ്മൾ കിട്ടിയിട്ടുള്ള നമ്മുടെ ബാങ്ക് പാസ്ബുക്ക്, അതുപോലെ തന്നെ പെർമിറ്റിന്റെ കോപ്പി, അതുപോലെ റെസിപ്റ്റ്, നമ്മൾ പഞ്ചായത്തിൽ പണം ഒടുക്കിയ റെസിപ്റ്റിന്റെ കോപ്പി, വെള്ളക്കടലാസിൽ നമ്മൾ തയ്യാറാക്കുന്ന അപേക്ഷ, ഇത് തിരികെ വേണമെന്ന് തയ്യാറാക്കുന്ന അപേക്ഷ വഴി നേരത്തെ പറഞ്ഞ അഡ്രസ്സിലേക്ക് പഞ്ചായത്തുകളിലേക്ക് മെയിൽ ചെയ്യുകയും പഞ്ചായത്ത് അത് പരിശോധിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം തിരികെ നൽകുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ പറഞ്ഞും പഴി പറഞ്ഞും ഒക്കെ പഞ്ചായത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പണം ഒടുക്കിയ ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട്. അത്തരക്കാർക്കെല്ലാം ഈ അവസരം ഉപയോഗിക്കാനും ഇതുവഴി ഇവർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാനും സാധ്യമാകും. ആയതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാവരും ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം എന്നറിയിക്കുകയാണ്. താങ്ക് യു.